ഇന്നൊരു ലോൺ വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ ഇപ്പം നമ്മുടെ ഈ നെൽപ്പാടം തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നെൽപ്പാടം ഇവിടെ നിന്നാണ് നമ്മുടെ വഴി ഇതാണ്. ഇവിടാണ് കുറേ പോച്ചകളൊക്കെ ഉണ്ട്. ഈ വരമ്പിലൂടെയാണ് നമ്മൾ വരുന്നത്. ട്രെയിൻ വരാറായിട്ടുണ്ട്. ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ട് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിലൂടെയാണ് നമ്മളിങ്ങനെ, ഈ വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴി. അപ്പം ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ള ആ വാഴയാണ്. ഈ ഭാഗത്ത് ഞാൻ ആ വാഴ നട്ടിട്ടുണ്ട്. ഞാൻ നട്ട വാഴയാണിത്. എന്നിട്ട് പിന്നെ ഇവിടെ രണ്ട് ചീനി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഇതൊരു പഴയൊരു പന്ന കുളമാണ്. അപ്പോൾ ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടങ്ങ് മൂടാനാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജമന്തി ചെടികളും നമ്മുടെ അവിടെ വണ്ടി പോകുന്ന ട്രെയിൻ പോകുന്നുണ്ട്. അത് അങ്ങോട്ടോട്ട് എന്നാൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ കണ്ട് ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊരു പഴയൊരു തെങ്ങ് ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് ഞാൻ നട്ടതൊന്നുമല്ല. ഇവിടെ നേരത്തെ കിടന്നൊരു കാച്ചിലാണ് ഇത് കിളിച്ച്. അപ്പോൾ ഞാൻ ഈ മണ്ണിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ പോച്ചകൾ ശരിക്കുമായിട്ട് നമുക്ക് ആവുന്നത് പോലെല്ലാം നമ്മൾ പറിക്കുന്നെങ്കിലും മഴയൊക്കെ പെയ്ത് ഇഷ്ടംപോലെ പോച്ചയാവുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ തീർന്നു. ഇനി ഇതെല്ലാം മാറ്റണം, വേറെ പയറിടണം. അതുകൊണ്ട് നമ്മൾ ആ 50 പൈസക്കാരനകത്ത് വെച്ച പയറാണിത്. കണ്ടോ, ഈ 50 പൈസക്കാരനകത്താണ് ഈ പയർ ഞാൻ നട്ടത് വെക്കാറുണ്ട്. ഒരു ചീനിയുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ. പിന്നെ നമ്മുടെ സുന്ദരി നമ്മുടെ കൂടെ നടക്കുക. കണ്ടോ, ഇത് വഴുതനങ്ങ കഴിഞ്ഞപ്പോണ്ട് നമ്മളുടെ വീഡിയോയിലിട്ട വഴുതനങ്ങയാണ്. അപ്പോൾ അത് ഞാൻ കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് പിടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുളത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ മീനൊക്കെ അതിനകത്തുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മതിയുണ്ട്. നല്ല രീതിയിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ മീനൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പാവലെല്ലാം ശരിക്കും കായെല്ലാം പിടിച്ച് അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞു. അതും ഇനി എടുത്ത് കളയണം. കളഞ്ഞിട്ട് അടുത്ത പാവലിൻ്റെ അരി നമുക്ക് നടണം. പിന്നെ നമ്മുടെ റംബൂട്ടാൻ, മറന്നും പോയി ഇതിൻ്റെ പേര്, കൊക്കക്ക എല്ലാം വളർന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ കൊക്കക്ക പിടിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ മരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. അതുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഈ പുരയുടെ നമ്മുടെ അല്ല, ഇതെല്ലാം റെയിൽവേയുടെ ആണ്. അപ്പം നമുക്ക് കൃഷി ചെയ്യാം. ഈ കിടക്കുന്ന ചീനി പോലും റെയിൽവേയുടെ ഭാഗത്താണ് കിടക്കുന്നത്. റെയിൽവേയുടെയാണ് ഇതെല്ലാം. അപ്പോൾ അതിനകത്ത് കൃഷി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതും റെയിൽവേ ഉൾപ്പെടുന്ന സാധനമാണ്. ഇത് ഞങ്ങളുടെ പുരയുടെ ഒന്നും അല്ല. ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗമാണ് ഞങ്ങളുടെ ഇങ്ങനെ പുരയുടെ. ഒരു പഴയ തെങ്ങ് ഇതൊക്കെ ഉള്ളു. പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ നിന്ന് ഞാൻ ചേന നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ചേന ഞാൻ വെട്ടിയടിപ്പിച്ച ഒരു ചേനയാണ്. പക്ഷേ ഇതിൽ പടല ഒടിഞ്ഞ് വീണ സമയത്ത് ഇത് ഒടിഞ്ഞു പോയി സൈഡ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പിന്നെ കൈതമൂടൊക്കെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മുറ്റത്തോട്ട് കാണാം. കിഴങ്ങ് നട്ടില്ലായിരുന്നോ നമ്മൾ മണ്ണെടുത്ത കുഴിയിൽ? ആ കിഴങ്ങാണിത്. എല്ലാം ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്. ഇളവിനായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കാന്താരി, ഇഷ്ടംപോലെ കാന്താരി പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കും. നമ്മൾ മണ്ണെടുത്ത ഭാഗമുണ്ടല്ലോ. നമ്മുടെ മണ്ണെടുത്ത ഭാഗം. ഞാനിവിടെ കട്ട ഇറക്കാൻ മണ്ണെടുത്തില്ലായിരുന്നു, അതാണിത്. അവിടെ ഞാൻ ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. കണ്ടോ, ചീനിയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. എല്ലാം റെയിൽവേയുടെ ആ ഒരു 2 മൂട് മുളക് ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മഞ്ഞളിട്ടായിരുന്നല്ലോ, ആ മഞ്ഞളാണിത്. അതിനകത്ത് കാട് കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവക്ക് തിന്നാനായിട്ട് ഇട്ടേക്കും. ഇങ്ങനെ ചാടുന്ന സമയത്ത് ഇവിടെ ഒന്ന് തിന്നാം. അതും പറിച്ച് കളഞ്ഞില്ല. ആ മഞ്ഞളൊക്കെ കിളിച്ചു തുടങ്ങി. മഴ പെയ്തപ്പോൾ കിളിച്ചു തുടങ്ങി. പിന്നിലെ കാച്ചിൽ നട്ടത് ഇവിടെയാണ്. മാത്രം എന്തിനാ
ഇവള് ഇതേണ്ടെന്നൊരു മോതിരം വള ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല, ഇത് ഇന്ന് ഞാൻ ചെയ്തതാണ്. നമ്മൾ ഈ റബ്ബർ വെട്ടുന്ന കത്തി വെച്ച് ഞാൻ ചിരണ്ടിയതാണ്. ഇങ്ങനെ നമുക്കിത് ഒരു വട്ടേ കായ്ച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തൊരു പണിയാണ്, നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തത്. ഇത് റിസൾട്ട് നല്ലതാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്തതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കഴിവന്നെ എത്തിയല് ഇവിടാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ പുളി അങ്ങനെയൊക്കെ പറയുന്ന പേര്. പിന്നെ നമ്മൾ നട്ട ചെടികളൊക്കെയാണ്, ഈ കമ്മൽ ചെടിയൊക്കെ നമ്മൾ നട്ടതാണ്. പിന്നെ മെനഞ്ഞാന്ന് ഞാൻ വീഡിയോയിൽ ചെയ്തതാണ് ഇതൊക്കെ. പിന്നെ ഇതെന്താണെന്ന് എന്നൊരു കമൻറ്റ് ചെയ്യണം. ഇതെന്താണെന്ന് ഞാൻ ഇപ്പം പറയത്തില്ല. ഇതെന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം. നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മതി. എന്താ പൂത്തിട്ടുണ്ട്, നല്ല കായൊക്കെ പിടിച്ച് പൂത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടി ഇതൊക്കെ നമ്മുടെ ചെടി. പിന്നെ ഇന്ന് ഞാൻ ഇത് വെട്ടി, ഈ ചീരച്ചെടി ഞാൻ വെട്ടിയായിരുന്നു. ഇതൊക്കെ ഞാൻ വെട്ടിയായിരുന്നു. ഇങ്ങനെ വെട്ടി നമ്മൾ ഇത് നമ്മൾ നട്ട ചെടിക്കകത്ത് കണ്ടത്. പിന്നെ നമ്മുടെ 10 മണി നട്ടിട്ടുണ്ടായിരുന്നില്ല, 10 മണിയൊക്കെ നല്ലതാണ് കിളിച്ച്. അതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. വേണ്ട പുതിയ പൂവ് ഉണ്ടാകാനായിട്ട് മണ്ട ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ നമ്മൾ കമ്മൽ ചെടി നട്ടത്, അതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അതാണ്ട് ഇങ്ങനെ കമ്മൽ ചെടി ഇങ്ങനെ റൗണ്ട് നട്ടിട്ടുണ്ട്. ദാണ്ട് ഇതൊക്കെ ഒരു കോളാമ്പി ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. കണ്ട് ഇതൊക്കെ ഒരേ സൈസ് കളർ ഉണ്ടെങ്കിൽ പൂവാണ്. പിന്നെ നമ്മുടെ കിണർ കാണിക്കാം. നമ്മുടെ കാക്കപ്പൂ ചെടി ഞാൻ കുപ്പിയിലാക്കുന്നതാണ്. പിന്നെ നമ്മളിത് കണ്ട ഈ ചട്ടയ്ക്കകത്ത് ഇങ്ങനെ തട്ടിൽ പോയിന്നാണെങ്കിൽ ഇങ്ങനെ കിളിച്ചിറങ്ങുന്നൊരു ഇതായിട്ട് ഞാൻ വെച്ചതാണ്. ഇതൊക്കെ പിന്നെ വെള്ളം ഒഴിക്കണം, വൈകുന്നേരം ആയി വരുന്ന വെള്ളം ഒഴിക്കണം. അതൊക്കെ പോച്ച പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ പറിക്കണം. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതാണല്ലോ, അവിടെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. മുളക് പിന്നെ കാന്താരി കണ്ടോ. ഇതിനകത്ത് ഈ കാന്താരി മുളക് നമ്മളിലെ വളമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒഴിക്കുന്നതാണ്. ഇത് നല്ലൊരു, പിന്നെ കാന്താരിക്കകത്ത് വളം ചെയ്തില്ലെങ്കിലും പിടിക്കും. പക്ഷെ നല്ലോണം പിടിച്ചേക്കുന്നുണ്ടോ. വളങ്ങളൊക്കെ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ നമ്മുടെ കിണറൊക്കെ കാണണ്ടേ, കിണർ കാണിക്കാം. ഇതിലേക്കൂടെ കയറി നമ്മൾ ഇത് നട്ടില്ലായിരുന്നു. നമ്മുടെ ഈ ഒരു മൂട് വെണ്ടയ്ക്ക എനിക്ക് കിട്ടിയുള്ളൂ. ആ വെണ്ടയ്ക്കകത്തുനിന്ന് ഒരു വെണ്ടയ്ക്ക എനിക്ക് പിടിച്ച് കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ ബീൻസൊക്കെ തീർന്ന്, അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പോച്ചയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. അതിൻ്റെ ഇതൊക്കെ എടുത്ത് അവിടോട്ട് വെച്ച് കവറൊക്കെ പുറത്ത് വെച്ചു. ഇത് നമ്മുടെ അരകല്ല്. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് പരിപാലിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഞാൻ കരിയാപ്പില പെട്ടെന്ന് പറിക്കാറുള്ളത്. നമ്മുടെ വാതിലിൽ നിന്ന് പെട്ടെന്ന് വന്ന് പറിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ തട്ടിൽ വൈൻ ഇവിടെ മനഃപൂർവ്വം ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പറിച്ച് നമുക്ക് നടാം. പിന്നെ കാക്കപ്പൂവിൻ്റെ അവിടെ ഇങ്ങനെ പോച്ചയൊന്നുമല്ല കേട്ടോ, കാക്കപ്പൂ ശരിക്കും അരി വീണ് കിളിച്ച് നിൽക്കുവാണേ. പിന്നെ ഇതാണ് ബ്രഹ്മി, നമ്മുടെ കിണർ. വെള്ളമൊക്കെ നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കുന്നത് കിണർ. പിന്നെ കിണറിൻ്റെ ഭാഗമൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ ഒരു മൂട് നമ്മളുടെ കവറിനകത്തൊക്കെ നട്ടതാണ്. ഇതൊക്കെ നമ്മുടെ ചെടിയാണ്. ഞാനും അമ്മയും കൂടെ അന്നില്ല തൂണ് കുഴിച്ചിട്ട് തൂണിനകത്ത് പിന്നെ ഞാൻ ഈ ചെടി വീട്ടിൽ പിടിച്ച് കെട്ടി. പിന്നെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോയിൽ പരിസരം കാണിക്കുന്ന വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നല്ലോ അന്നേരം അതിൻ്റെ അരിവീന് കളിച്ചത് എല്ലാം ഇനി ഓരോ കുപ്പിക്കകത്താക്കണം. ഇതെല്ലാം വെള്ളം ഒഴിച്ച് നമ്മൾ നിർത്തുമ്പോൾ നല്ല ഭംഗി നിൽക്കും. ഇതൊക്കെ ഇനി വൈകിട്ട് വെള്ളം ഒഴിക്കണം. എന്നാൽ 10 മണി, ഇത്രയും 10 മണി എനിക്കുണ്ട്. ശരിക്കും നേരത്തെ ഒരു സമയത്ത് ഞാൻ 10 മണി കൃഷി ചെയ്തായിരുന്നേ. അത് പിന്നെ നമുക്കന്ന് വീഡിയോ ഒന്നും എടുക്കാത്ത ഒരു സമയമായിരുന്നു. അന്നേരം ഞാൻ അത് ഓൺലൈനിൽ വിൽക്കാൻ, അത് വിൽപ്പനയൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും ഇപ്പോഴും അതറിയില്ല. എന്നാലും പോലും അന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്ന സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കതിനെ ഓൺലൈനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഞാനിപ്പം ഇത്രയും എൻ്റെ കൈവശത്തുള്ളൂ. അന്നെനിക്ക് ഇവിടെ ആയിരുന്നു ഞാൻ നട്ടത്. ഇവിടുന്ന് അവിടെ മേലെ ഞാൻ അതിൻ്റെ ഒരു കൃഷി ഞാൻ ചെയ്തിരുന്നു. പിന്നെ മഴ പെയ്തപ്പോൾ എല്ലാം പന്നലായി. എല്ലാ സൈസും ഉണ്ടായിരുന്നു, എല്ലാ കളറും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ.
അത് പിന്നെ ഞാനതൊരു എൻ്റെ ഒരു പഴയൊരു വീഡിയോക്കകത്ത് കിടപ്പുണ്ട്. ഞാനത് അന്ന് ഫോട്ടോ എടുത്ത് വെച്ചത്, ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചത് ഞാൻ പിന്നീട് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ചേനയുണ്ട്. ഇത് ഞാൻ നട്ടതൊന്നുമില്ല, ഇത് അമ്മ നട്ട ചേനയാണ്. അത് അവിടെ ഇരുന്ന് അത് എടുക്കാതെ ഇരുന്ന് അതിങ്ങ് പന്നൽ പിന്നെ പൊട്ടിക്കിളിച്ചതായത്. ഇതമ്മ നട്ടതൊന്നുമല്ല, ഇത് അമ്മ നട്ട ഈ ചേനയാണ്. പഴമൂട് കിടന്ന് കിളിച്ചതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൊരു ജമന്തി ഉണ്ട്. ജമന്തിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പം ജമന്തിയൊന്നുമില്ല. ഇപ്പം നമ്മൾ പാവിതുകൊണ്ട് അവിടെയൊക്കെ കിളിച്ച് നിൽക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ചുന്തിരി നമ്മുടെ കുറേ ഇങ്ങനെ നടക്കും. അവളെ അഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചുമ്മാ കിടന്ന് പറയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ നമ്മുടെ വീടിനകം എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.